കേരള RTO, പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ് അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ചെക്കിങ്ങിന് ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് അവിടെയൊന്നും നിർത്തേണ്ടി വന്നില്ല. പക്ഷെ ഒരു സ്ഥലത്ത് നിർത്താതെ പോകാനും കഴിയില്ല. അത് ആര്യങ്കാവിൽ സ്ഥിതി ചെയ്യുന്ന പാൽ പരിശോധന കേന്ദ്രത്തിലാണ്. ബില്ലും പരിശോധിച്ച് പാലിന്റെ സാമ്പിൾ എടുത്ത ശേഷം മാത്രമേ നമുക്കിനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. പരിശോധന സമയത്ത് നമ്മളൊരു ചായ കുടിക്കാനായിട്ട് അടുത്തുള്ള ഒരു കടയിൽ കയറി. മഴയത്ത് കട്ടലടിക്കാനൊരു സുഖം തന്നെയാണ്. മഴ നല്ല ഉറച്ച് പെയ്തു തുടങ്ങി. പരിശോധനയും കഴിഞ്ഞ് ബില്ലും വാങ്ങി നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. തെന്മല റോഡ് വഴിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡിന്റെ ഒരു വശത്തു കൂടി കുളത്തൂപ്പുഴ ആറാണ് ഒഴുകുന്നത്. മലമുകളിൽ നിന്ന് ഒഴുകി വരുന്ന മഴവെള്ളം ഈ കാണുന്ന ആറ് വഴിയാണ് കല്ലട ആറിലോട്ട് എത്തിച്ചേരുന്നത്. തെന്മലയിൽ നിന്ന് കൊട്ടാരക്കര റോഡ് കയറി പുനലൂരെത്തിയപ്പോൾ സമയം 9:34 ഇനി നമ്മുടെ പാൽ കമ്പനിയിലോട്ടെത്താൻ ഏകദേശം 40 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. കൊട്ടാരക്കരയിൽ നിന്ന് ശാസ്താംകോട്ട റോഡ് കയറി നേരെ ഭരണിക്കാവിലെത്തി. ഒരു ദിവസം മുമ്പ് ഈ സിഗ്നലിൽ നിന്നാണ് ഇതിന്റെ യാത്ര തുടങ്ങിയത്. ഇനി ഇവിടെ നിന്നൊരു 6 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ നമ്മുടെ പാൽ കമ്പനിയിലോട്ടെത്താൻ. കൊല്ലത്ത് സ്ഥിതി ചെയ്യുന്ന പ്രമുഖ പാൽ കമ്പനിയായ A1 മിൽക്കിന്റെ